സ്വർണ്ണവിലയ്ക്ക് ഇപ്പം ഒരു റീസൺ എന്ന് പറയുന്നത് 8-ാം തീയതി വരെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അന്ന് US എംബാർഗോ വന്നു. 90 ഡേയ്സിന് അവരെല്ലാ കാര്യങ്ങളും നിർത്തിവെച്ചപ്പോൾ വീണ്ടും സ്വർണത്തിൻ്റെ പ്രാധാന്യം കൂടി. എന്നാൽ US ആ എംബാർഗോ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവരുടെ ആ 90 ഡേയ്സിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ വീണ്ടും കുറഞ്ഞനെ സ്വർണ്ണവില എന്നാണ് ഞാൻ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ഫെസ്റ്റിവൽ സീസണാണ്, മാരേജ് സീസണാണ്. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ സ്വർണത്തിന് നല്ല ഡിമാൻഡുണ്ട്. ഇപ്പം 30-ാം തീയതി അക്ഷയ തൃതീയ വരെയാണ്. അപ്പോൾ അതിനുള്ള പുറപ്പാട്, വിഷു, ഈസ്റ്റർ, എല്ലാ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് വിഷു കൈനീട്ടം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മലയാളികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ആ സമയത്ത് സ്വർണത്തിൻ്റെ കോയിൻസാണ് കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ഡിമാൻഡും നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ചൈനയുടെ ആ സ്ട്രോങ് സ്റ്റാൻഡ്, അതും നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. കാരണം ചൈന എന്ത് വന്നാലും US-നെ അത് കൗണ്ടർ ചെയ്യാനായിട്ട് US 125% ചുങ്കമെടുത്തപ്പം, ടാരിഫ് ഇട്ടപ്പം ചൈന 145%. അപ്പോൾ അവർ തമ്മിലുള്ള ഈ ടാരിഫ് യുദ്ധം എന്നുള്ള വേർഡ് തന്നെ എനിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്വർണ്ണത്തെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പോയിൻ്റ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിരുന്നപ്പോഴും നമ്മുടെ സർക്കാരിൻ്റെയും ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾക്കിപ്പോൾ ശരിക്കും ഞാൻ എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് 876 ടൺ സ്വർണ്ണമാണ് ശേഖരമായിട്ടുള്ളത്. ഒരു കാലത്ത്, ഇപ്പോഴല്ല, ഒരു 30-40 വർഷം മുമ്പ് സ്വർണ്ണവില വല്ലാണ്ട് വർദ്ധിച്ച സമയത്ത് സർക്കാർ ഇടപെട്ട് സ്വർണ്ണവില കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പോളിസി കംപ്ലീറ്റ് നിർത്തി. ഇപ്പോൾ ആകെ സർക്കാർ ഇടപെടുന്നത് വിദേശ റേറ്റ് കുറയുമ്പോഴാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ മാത്രമാണ് ഇൻ്റർവീൻ ചെയ്യുന്നത്. പക്ഷേ ആ ഇൻ്റർവെൻഷനും ഇന്ത്യയുടെ കറൻസി ഒന്ന് സ്ട്രോങ് ആക്കിയാൽ, അതായത് ഇന്ത്യൻ കറൻസി സ്ട്രോങ് ആയാൽ തീർച്ചയായിട്ടും അത് ഗോൾഡ് പ്രൈസസിനെ നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ അങ്ങനത്തെ ചില മൂവ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, 30-ാം തീയതി അതായത് അക്ഷയ തൃതീയ വരെ ഗോൾഡ് പ്രൈസസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് ഞാൻ ഒരു പുതുമയിൽ കൊണ്ടുവരികയാണ്. ട്രംപാണ് ആൾ. സ്വർണത്തിൻ്റെ വില ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു വലിയൊരു ശേഖരം നെവാഡയിലുണ്ട്. ആ നെവാഡ, അദ്ദേഹം എങ്ങാനും ആ നെവാഡ മൈൻസിൽ നിന്ന് വീണ്ടും സ്വർണം മൈൻ ചെയ്യാനായിട്ട് ഒരു പെർമിഷൻ നൽകിയാൽ പിന്നെ സ്വർണത്തിൻ്റെ വില ശരിക്കിടിയും. പക്ഷെ ആ ലെവലിലേക്ക് അദ്ദേഹം പോവില്ല എന്ന് തീർച്ചയാണ്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വർധനവ് തുടരും. പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ സീസണും കല്യാണ സീസണും അക്ഷയ തൃതീയയും ഏപ്രിൽ അവസാനം വരെ എത്ര കണ്ട് കൂട്ടും എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു 75,000 വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു മോഡസ്റ്റ് എസ്റ്റിമേറ്റ്. 75,000 എന്ന് പറഞ്ഞാൽ ഇനിയും കൂടാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഒരു പോയിൻ്റ് കൂടി പറയുന്നുള്ളൂ. 2005 10,000 രൂപ എന്നൊരു പോയിൻ്റ് എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10,000 രൂപ എത്താൻ പോകുന്നു സ്വർണം. 2009 12,720 ആ ഒരു ഫിഗർ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. കാരണം 2009 നവംബറിൽ 12,720 എന്നൊരു ഫിഗർ എത്തിയപ്പോൾ നമ്മളെല്ലാവരും അതിശയിച്ചു പോയി. അതൊക്കെ പഴങ്കഥകളാക്കിയിട്ടാണ് സ്വർണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്ക ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയാണല്ലോ ഇടക്കാലത്ത് ചെയ്തത്. അപ്പോൾ സ്വാഭാവികം എങ്ങനെയാണ് ഈ സ്വർണ്ണ വിപണിയെ നേരിട്ട് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആ സ്വാധീനം ശരിക്കും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരുന്നത് ചൈനയ്ക്കാണ്. ചൈനയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ ഉപഭോക്താവ്. അപ്പോൾ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഈ കമ്മോഡിറ്റി മാർക്കറ്റിൽ, കാരണം ചൈനയിൽ ഗോൾഡ് പ്രൊഡക്ഷൻ വെർച്വലി ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, അവരുടെ ചൈനീസ് സെൻട്രൽ ബാങ്ക് വളരെയധികം സ്വർണത്തെ ആശ്രയിക്കുന്നു അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്. അപ്പോൾ ചൈനയാണ് ഇതിന് ഒരു കാരണക്കാരനായിട്ട് വരുന്നത്. ചൈനയിലെ ഈ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. അപ്പോൾ ആ ഒരു ഇൻക്രീസ്ഡ് ഡിമാൻഡിൻ്റെ ഒരു ഫ്ലോ ആണ് ബാക്കി എല്ലായിടത്തും കാണുന്നത്. അതാണ് എൻ്റെ ഒരു
അനുമാനം ഇപ്പോഴത്തെ ക്രൈസ്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും, ഞാൻ കേരളം മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ഫെസ്റ്റിവൽ സീസണിലാകുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പം നാം കാണുന്നത്. 30-ാം തീയതി അക്ഷയ തൃതീയ വരുന്നു. അതും ആ സമയമാകുമ്പോഴേക്കും വീണ്ടും സ്വർണ്ണത്തിന് നല്ലൊരു വർധനവിന് സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യയിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 90% ഇന്ത്യക്കാരും സ്വർണം ഒരു അസറ്റായിട്ടാണ് കാണുന്നത്. അവർ വിപണനത്തിന് ഉപയോഗിക്കുന്നില്ല. നമ്മൾ സ്വർണം വാങ്ങിച്ചാൽ, നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലെടുത്ത് നോക്കിയാൽ, നാം സ്വർണം വാങ്ങിച്ചാൽ നമ്മൾ എത്ര സ്വർണം വിൽക്കാറുണ്ട്? ഒരു എമർജൻസി ഇല്ലെങ്കിൽ ആരും തന്നെ സ്വർണം വിൽക്കാറുമില്ല. അതൊരു അസറ്റായിട്ട് നമ്മൾ കയ്യിലിങ്ങനെ വെക്കാറ്. അതാണല്ലോ ഏറ്റവും അവസാനത്തെ എസ്റ്റിമേറ്റിൽ ഏകദേശം 30,000 ടൺ സ്വർണം നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്ക്. ഇതൊക്കെയാണ് സ്വർണ്ണ വിപണിയെ ഇത്രയും പുഷ്ടിപ്പെടുത്താനുള്ള കാരണം.